സ്വാഗതം. സാധാരണഗതിയിൽ എൻ്റെ അടുത്ത് പരാതിയുമായിട്ട് വരാറുള്ളത് സ്ത്രീകളാണ്. എന്നാൽ ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മുടെ പരാതിക്കാരൻ ഒരു കുടുംബനാഥനാണ്. അപ്പോൾ ഈ കുടുംബനാഥനെ നമുക്ക് ആദ്യം സ്റ്റേജിലേക്ക് ക്ഷണിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ കുടുംബനാഥനെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. മിസ്റ്റർ ആദം പ്രമേദൻ, പ്ലീസ് കം ടു ദി സ്റ്റേജ്. സാറേ, എനിക്ക് നീതി വേണം സാറേ. എന്റെ ജീവിതം കൊലഞ്ഞു പോയി സാറേ. എനിക്ക് നീതി വേണം സാറേ. എനിക്ക് ചതി വഞ്ചന എല്ലാം കൊണ്ട് എന്റെ ജീവിതം തൊലഞ്ഞു പോയി സാറേ. എനിക്ക് നീതി വേണം സാറേ. സാറേ, എനിക്ക് പരാതി ഉണ്ട് സാറേ. ഇത് കണ്ടോ, ഇത് മൊത്തത്തിൽ പരാതി എഴുതിയിരിക്കും. ബുക്ക് അടിച്ചു 19ാമത്തെ പേജ് ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട് സാറേ. 19ാമത്തെ പേജിലുണ്ട്. ഉണ്ട്. നമുക്ക് തീരുമാനമാക്കാം സാറേ, ഞാൻ പറഞ്ഞോട്ടെ. ഇരുന്ന് നമുക്ക് സംസാരിക്കാം, നമുക്ക് സമയമുണ്ടല്ലോ. അപ്പോ പറഞ്ഞാട്ടെ, എന്താണ് ഇവിടുത്തെ ആക്ച്വൽ പ്രശ്നം? നിങ്ങൾക്കറിയാവോ, ഒരു ഒന്നൊന്നര ജീവിതമായിരുന്നു എന്റെ. എനിക്ക് അസുഖമൊക്കെ തോന്നുന്നുണ്ടേ. നല്ല 1ാം ക്ലാസ് ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു. ഭയങ്കര സമാധാനവും ഭയങ്കര സന്തോഷവും. എന്നെ നല്ല 1ാം തരം ഏതം തോട്ടത്തില്, അറിയാമോ ഏതം തോട്ടം? ഏതം തോട്ടത്തില് ബൈബിള് ഏതം തോട്ടത്തില് എന്നെ കർത്താവ് ഒറ്റയ്ക്കാക്കി. ഓ, അറിയാവോ, പുലി, പാറ്റ, പഴുതാര, പട്ടി, പൂച്ച എല്ലാരുമായിട്ട് ഞാൻ അങ്ങ് സ്നേഹത്തോടെ കഴിയുമായിരുന്നു. നല്ല കാര്യമാണ്. ഇഷ്ടംപോലെ ഫുഡ്, പഴത്തിന് പഴം, ആപ്പിളിന് ആപ്പിൾ എല്ലാം ഉണ്ടായിരുന്നു. എന്തോ വേണം. അതാ പ്രശ്നം. എന്റെ ജീവിതം സാറേ, ഞാൻ വേറൊരു കാര്യം, ഈ പുലിക്ക് ആരാ പേരിട്ടെ? കേട്ടോ, വലിയ പുള്ളിയാണോ പുലിക്ക് ഞാനാ പേരിട്ടെ. പുലിക്ക് പുലിയെന്നും ആനയ്ക്കും ആനയെന്നൊക്കെ ഞാനാ പേരിട്ടെ. വലിയ ആളാണെന്ന് വന്നിരിക്കുന്ന കേട്ടോ. ഇതിലൂടെ പട്ടിയൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ എല്ലാവർക്കും പേരിട്ടിട്ട് അവസാനം ഇനി ആർക്കും പേരിടും എന്ന് ചിന്തിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഇനി എന്ത് ചെയ്യുമോ? അപ്പോഴല്ലോ ചോദ്യമാണ്. അപ്പൊ വേറൊരു കാര്യം നടന്നോട്ടെ. ഞാൻ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നപ്പോ കർത്താവ് വിചാരിച്ചു, നമുക്ക് ഭയങ്കര പേടിയാ, ഭയങ്കര സ്നേഹമാണ്. കർത്താവ് വിചാരിച്ചു, ഇവൻ ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കുക. എന്നാ ചെയ്തെന്നറിയോ? എന്ത് ചെയ്തു? കർത്താവ് എടാ അതാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്റെ ഓടിച്ചെന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കൂടെ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് എന്തൊക്കെയോ ചെയ്ത് എന്റെ സാറേ, നിമിഷ നേരം കൊണ്ട് ഞാൻ അങ്ങ് മയങ്ങി. ഉറങ്ങിപ്പോയി. കിടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചെന്നറിഞ്ഞില്ല. പക്ഷേ ഒന്നും ഓർമ്മയില്ല. അതൊന്നും 1.5 ഉറക്കം. അത് പിന്നെ ഇത് അത് വലിയൊരു കാര്യമാണ്. അത് നല്ല കാര്യമായിരുന്നു. നല്ല ഉറക്കം കിട്ടി സാറേ. എന്നിട്ട് ഞാനിങ്ങനെ എഴുന്നേക്കുമ്പോഴുണ്ട് ഒരു സൈഡ് ഇങ്ങനെ ചരിഞ്ഞ എഴുന്നേറ്റ്. എന്നാ ഒരു സൈഡിൽ ഭാരമില്ലാതെ ഒരു തോന്നൽ, അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ടായി. അപ്പൊ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് പ്രശ്നം. സാറിന് പിടികിട്ടിയോ? ചതി, വഞ്ചന, സാറേ, ഈ 19ാമത്തെ പേജിൽ 19ാമത്തെ പേജ് നമുക്ക് തീരുമാനിക്കാം. സാറേ, എന്നെ ഒന്ന് പറയാൻ. എന്തായാലും ഞാൻ കേട്ടല്ലോ. അപ്പൊ ഒരു ഭാഗം കേട്ട സ്ഥിതിക്ക് നമുക്ക് എന്ത് തീരുമാനം എടുക്കണേലും ഒരു ഭാഗം മാത്രം കേട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അപ്പോ ഞാൻ ഇതിന്റെ 2ാം പക്ഷം കൂടെ എനിക്കൊന്ന് കേൾക്കണമല്ലോ. അപ്പോ അത് കേൾക്കാനായിട്ട് ഞാൻ താങ്കളുടെ ഭാര്യയായ ഹൗവ ഫ്രം ഏതന്നെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ വരത്തില്ലായിരുന്നല്ലോ. ഇന്നലെ പറഞ്ഞ ഞാൻ മാത്രമേ സംഭവിച്ചത്. സാറേ, എന്റെ ജീവിതം തൊലഞ്ഞു പോയേ. എന്നാ സാറേ, സമാധാനമായിട്ട് കഴിയുന്ന എന്റെ ജീവിതം ഒറ്റ സാറേ, ഈ 19ാമത്തെ പേജ് 19ാമത്തെ പേജ് മടക്കിയോടെ വെച്ചോളൂ. ഇല്ലില്ല, ഇരിക്കവിടെ. താങ്കൾ ഇരിക്കൂ. നമുക്ക് സാറേ, ഈ 19ാമത്തെ പേജ് മടക്കിയോടെ വെച്ചോ. ഇങ്ങനെ ഒരു 19ാമത്തെ പേജ് കത്തിക്കാനൊന്നും ചിലപ്പോഴൊക്കെ വീട്ടില്
എനിക്കറിയത്തില്ല എന്തുവാ ഈ പേജിനകത്ത് എഴുതി വെച്ചിരുന്നത്. സാറേ സത്യമാ, ജീവിതത്തിൽ സമാധാനമില്ല സാറേ. അയ്യോ, എനിക്ക് നീതി വേണം സാറേ. നീതി ഞാൻ തരും. എനിക്ക് ഈ 19ാമത്തെ പേജിൽ ഈ 19ാമത്തെ പേജിൽ എന്റെ സാറേ വീട്ടിൽ കേൾക്കുന്നതിന് ഇവിടെ കേൾക്കാനാണ് ഞാൻ വീട്ടിൽ പോവാം. പറഞ്ഞു ഞാൻ ഇതൊന്ന് കേക്കട്ടെ. കേൾക്കാതെ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. പറയാൻ സമ്മതിക്കണം. സാറേ ഇങ്ങനെ എപ്പോഴും രാവിലെ അങ്ങ് തുടങ്ങും. എന്നെ ചതിച്ചു, വഞ്ചിച്ചു, മോഷ്ടിച്ചു. സത്യമാ, ഇതുപോലൊരു നുണച്ചിയെ ഞാൻ എന്റെ ജീവിതത്തിൽ സത്യമായോ? സാറേ ഈ 19ാമത്തെ പേജിൽ ഞാൻ എഴുതിയിട്ടുണ്ട് വ്യക്തമായി. 19ാമത്തെ പേജ് അവിടെ വെച്ചോളാം. ബഹളം ഉണ്ടാക്കുമ്പോൾ ഞാൻ ശരിക്കും എന്റെ വീട്ടിൽ പോവാം. ഈ 19ാമത്തെ പേജിന്റെ ഒരു കോപ്പി എടുത്ത് തന്നിട്ട് ഇവിടുന്ന് പോയാൽ മതി. ഇരിക്കവിടെ പറഞ്ഞോ, കേക്കട്ടെ. എനിക്കറിയത്തില്ല, ഇങ്ങനെ ഇതന്നെ എപ്പോഴും പറയുന്നത്. ചതിച്ചു, വഞ്ചിച്ചു, അങ്ങനെയാണ് ഒരു സൈഡിലെ വെയിറ്റ് പോയത്. അത് സത്യമാ. ഒരു ചരിവില്ലേ നോക്കി, ഇവിടെ ഒരു ചരിവില്ലേ, നിങ്ങൾ നോക്കിയേ, ഒരു ചരിവില്ലേ, തെളിവൊക്കെ ഉണ്ട്. അങ്ങനെ കാണിക്കാൻ പറ്റത്തൊന്നുമില്ല. അതൊന്നും പറ്റത്തില്ല. അത് പറ്റില്ല. അങ്ങനെ തെളിവൊന്നുമില്ല. ഞാൻ എങ്ങനെ തീർപ്പാക്കും? എന്റെ സാറേ എനിക്ക് നീതി വേണം മുതലാളി. സാറേ എന്തോ ആയാലും എനിക്ക് നീതി വേണം. അവിടെ ഇരിക്കുന്നത് താങ്കൾ ഇരിക്കൂ. ഇങ്ങനെ ഉറക്കി കിടത്തപ്പോ വെയിറ്റ് പോയെന്നാ പറയുന്നത്. ഞാനന്നേരം അവിടെ എന്തൊക്കെയായാലും എനിക്ക് നീതി വേണം സാർ. ഇവിടുത്തെ കറക്റ്റ് പ്രശ്നം എന്താണ്? അതൊന്ന് പറഞ്ഞേ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? എനിക്കറിയില്ല, ഞാൻ ഈ കാര്യത്തിൽ നിരപരാധി. ഞാൻ ബ്ലെയിംലെസ്. എന്താ സാറേ, അവള് നിരപരാധിയല്ല, ഞാൻ നിരപരാധിയല്ല, അവളാ നിരപരാധി. ഞാൻ പാവോ? നിരപരാധിയല്ലേ? ഞാൻ നിരപരാധിയല്ല, ഞാൻ പാവോ സാറേ? നിരപരാധിയല്ല. ഞാൻ നിരപരാധിയല്ല, ഞാൻ പാവോ? എന്ന് പറഞ്ഞാൽ എന്താന്ന് എനിക്കറിയാവോ? ആ എന്താ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കാത്ത ആളാണ്. ആ സാധനം ഞാൻ തന്നെ. നമുക്ക് തീരുമാനമാക്കാം. പറഞ്ഞേ. ഈ സ്വഭാവം വീട്ടില് രാവിലെ തുടങ്ങും. എനിക്ക് സിംഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോ നല്ലതായിരുന്നു, സന്തോഷമായിരുന്നു. എന്തോ നല്ല ഒന്നാം തര ജീവിതമായിരുന്നു. സിംഹത്തിന്റെയും പട്ടിയുടെയും ഒട്ടകത്തിന്റെയും ഒക്കെ തോർത്ത് കഴിഞ്ഞിട്ട് ഞാനൊക്കെ സമാധാനമായിട്ട് ജീവിക്കുകയായിരുന്നു. മൃഗങ്ങളുടെ കൂടെ ജീവിക്കാനേ പറ്റത്തുള്ളൂ. സാറേ എനിക്ക് നീതി വേണം സാറേ. 19ാമത്തെ പേജിൽ 19ാമത്തെ പേജിൽ മടക്കി വെച്ചോളൂ. പറഞ്ഞാട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ നിരപരാധി. എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഇങ്ങനെ ടോട്ടലി ബ്ലെയിംലെസ്. അതിന്റെ ഇടയ്ക്ക് നീ ഇംഗ്ലീഷ് കൊണ്ട് വരുന്നോളി. ഞങ്ങളെ രണ്ടുപേരെ ഏതൻതോട്ടത്തിലാക്കിയിട്ട് ദൈവം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർന്നിരിക്കണം. രണ്ടുപേരോടും കൂടെ അല്ലേ പറഞ്ഞത്? അപ്പൊ ഈ മനുഷ്യൻ എന്റെ കൂടെ ഇരിക്കണ്ടായിരുന്നില്ലേ? ഇല്ല, ഇങ്ങനെ രാവിലെ എങ്ങോട്ടേക്കും ഒക്കെ ഇറങ്ങി അങ്ങ് പോകും. പണിയൊക്കെ ചെയ്യാൻ പോട്ടെ. എന്തെങ്കിലുമൊക്കെ പസോ ഉണ്ടമ്പുഴിയൊക്കെ പറയണ്ടായോ സാറേ? ഒരു വഴിക്ക് പോയാ പിന്നെ അങ്ങനെ മഷിയിട്ട് നോക്കിയാൽ കാണത്തില്ല. ആ വഴിക്ക് ഒന്ന് വിളിക്കുക. എന്റെ സാറേ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ചുമ്മാ ഞാൻ വിളിക്കാറുണ്ട്. വിളിക്കാറില്ല. കാണിക്കാമോ? ഫോണ് കംപ്ലൈന്റ് ആയിരുന്നു, എന്നാലും ഞാൻ വിളിച്ചു. സാറേ എനിക്ക് ഈ 19ാമത്തെ പേജിൽ ഞാൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് ഇനി ഇവിടെ തുറക്കരുത്. വീട്ടിൽ ഈ ബുക്ക് കൊണ്ട് ഒറ്റ ഇരിപ്പങ്ങ് നോക്കിയാലും പറ്റത്തില്ല. ഇങ്ങനൊരു മനുഷ്യനെ ഇന്റർവ്യൂലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു പ്രത്യേക ഇന്റർവ്യൂ. മനസ്സിലായി ഞാൻ എങ്ങനെ ഇങ്ങനെ കൂടെ ജീവിക്കുന്നത്. സാറേ എനിക്ക് നീതി വേണം സാർ. നീതി ഞാൻ തരും. അവന്റെ വശത്താന്ന് എനിക്കറിയാം. ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ എന്റെ അച്ചായ പറയാൻ സമ്മതിക്കും. അങ്ങനെയെങ്കിലും ഒന്ന് അച്ചായ വിളിക്കാം. എന്നെ മനുഷ്യനാ വീട്ടിൽ പോകത്തില്ല. ഞാൻ സംസാരിക്കട്ടെ സാർ. ഞാൻ പറയാനുള്ളത് പ്രശ്നം പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ ഉള്ള ഫ്ലോയും കുറഞ്ഞു. ഞാനാണോ കാരണം എല്ലാ കാരണത്തിലും എന്നെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ കറങ്ങി നടന്നാ എങ്ങനെ ഒരുമിച്ച് നടക്കുന്നത്? എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോ വിശന്നു. എന്നെ കണ്ടറിയില്ല, പെട്ടെന്ന് വിശന്നു. എനിക്ക് വിശന്നപ്പോ എന്തോ വീട്ടിലൊന്നുമില്ല. ഞാനങ്ങ് എടുത്ത് വെച്ചോ. അതല്ല അഴുക്കായി പോയി. നിങ്ങൾ പേരിട്ട് ആ പട്ടിക്ക് ഞാൻ കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോ എന്തോ കഴിക്കും കുറെ പഴങ്ങളുണ്ടല്ലോ. ഏത് കഴിക്കുന്ന കണ്ടീഷൻ ഇരുന്നപ്പോഴാ നമ്മുടെ പാമ്പ് വന്നിട്ട് പറഞ്ഞു, അത് നീ ഇത് കഴിച്ചോ, ഇത് നിന്റെ നിങ്ങൾ എന്റെ വീട്ടിലുണ്ടായിരിക്കണം, മേടിച്ചിരുന്നത് കഴിക്കണം. നിങ്ങളുടെ ഉത്തരവാദിത്തം അധ്വാനിക്കുന്നവരാണല്ലേ നിങ്ങൾ? സ്വന്തം ഭാര്യക്ക് മേടിച്ചു കൊടുക്കത്തില്ലേ? പിന്നെ
സാറിന് മനസ്സിലാവും. സാറേ, ഇതിന്റെ കണ്ണിലൊന്നും വീഴരുത്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. പറയാനും സമ്മതിക്കത്തില്ല. സാറേ, ഈ 19-ാമത്തെ ഞാൻ ഒന്ന് കേട്ടോട്ടെ. ഞാൻ ഒരു 2 മിനിറ്റ് ഞാൻ ഇപ്പൊ തീർക്കാം. ഒന്ന് പറഞ്ഞോട്ടെ. ഫ്ലോ നീ നോക്കണ്ട സാറേ. അപ്പൊ ഞാൻ ഇങ്ങനെ പാവയ്ക്ക് പഴം തന്നപ്പോ ഞാനത് പറിച്ചെന്നുള്ള സത്യമാണ്. ഞാനത് പറിച്ചിട്ട് ഉച്ചയ്ക്ക് ഇങ്ങനെ കഴിക്കുന്നേ. കഴിച്ചോ? ഇല്ല, കഴിച്ചില്ല. തോക്കിക്കത് വെടിവെക്കാം. അപ്പൊ പറിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ കഴിക്കുന്നേ. എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ എന്റെ ഭർത്താവല്ലേ, എന്റെ അച്ഛന് കൊടുക്കണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ കൊടുക്കണമല്ലോ എന്ന് കരുതി ഇരുന്നപ്പോ ഇങ്ങനെ തപ്പിട്ട് ഇങ്ങനെ എങ്ങും കിട്ടുന്നില്ല. ഫോൺ വിളിച്ചിട്ട് എടുക്കത്തുമില്ല. അയ്യോ, ഞാൻ കഴിച്ചില്ല. ഞാൻ കഴിച്ചില്ല. ഇങ്ങനെ പറിച്ചിട്ട് കയ്യിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ പിന്നെ ഇങ്ങനെ കണ്ടുമില്ല. എനിക്ക് വിശന്നപ്പോ ഞാനൊരു ചെറിയ കടി ഒന്ന് കഴിച്ചു. അതൊട്ടും ശരിയായില്ല. ഈ 19-ാമത്തെ പേജ് ഞാനത് ഇതൊന്ന് തീർപ്പാക്കട്ടെ. ഞാൻ ഈ കഥ ഒന്ന് തീർത്തോട്ടെ. അല്ലല്ല, എന്തായാലും അത് മോശമായി പോയി. കർത്താവ് അത് കഴിക്കരുതെന്ന് കൽപ്പിച്ചതാണ്. കർത്താവിന്റെ കൽപ്പനയാണ് നിങ്ങൾ അത് എന്റെ തലയിൽ കൊണ്ട് വെക്കും. ഞാനത് ഒറ്റ കടിയെ കഴിച്ചുള്ളൂ. മനുഷ്യൻ കേറി വന്നു. ബാക്കി കേക്ക് അവിടെ ട്വിസ്റ്റ്. ഇങ്ങനെ കേറി വന്നിട്ട് എന്നാ ഇനി എന്തോ കഴിക്കുന്നത് ആരാ തന്നെ അതൊക്കെ ചോദിക്കേണ്ട ഭർത്താവിന്റെ കടമയാണ്. ഇങ്ങനെ അതൊന്നും ഞാൻ പറയട്ടെ മിണ്ട്. ഇങ്ങനെ അതൊന്നും ചോദിച്ചില്ല. എന്റെ കയ്യിൽ ഇരിക്കുന്ന പഴം ഇങ്ങനെ അങ്ങ് എടുത്ത് കഴിച്ചു. മാക്കിനെടുത്ത് അടിച്ചിട്ടായി പറയുന്നു. ജോലിക്ക് പോകുന്ന സമയത്ത് എനിക്ക് തുണി വേണം, എനിക്ക് ആപ്പിൾ വേണം, അത് വേണം, ഇത് വേണം, എല്ലാ ഇവർക്ക് ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവശനായിട്ടായിരിക്കും ഞാൻ വരുന്നത്. അപ്പൊ എന്റെ പഴമാണെന്ന് ചോദിക്കാൻ പറ്റുമോ? അത് കഴിക്കാനിരുന്ന ഇവിടെ കേക്ക് അത് കഴിക്കാതിരുന്ന മോശമല്ല സാറേ. എന്നാലും തന്നില്ലല്ലോ, കൈ പിടിച്ചോണ്ടിരിക്കുവല്ലേ. ഒരു സഹിതം അത്രയും വിശപ്പായിരുന്നു. എന്തായാലും പ്രശ്നം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നം എനിക്ക് പിടികിട്ടി. ഈ 19-ാമത്തെ പേജിങ് തന്നേക്കണം. വെച്ചോടെ ഞാൻ പറയട്ടെ. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്തായാലും എനിക്ക് മനസ്സിലായി. പ്രശ്നം ഇത്രേ ഉള്ളൂ, അനുസരണക്കേട്. അതെ, ഇതാണ് പ്രശ്നം. കണ്ടോ, ദൈവം നിങ്ങളോട് പറഞ്ഞ കൽപ്പന നിങ്ങൾ ലംഘിച്ചു. നിങ്ങൾ കഴിക്കരുത് എന്ന് ദൈവം വിലക്കിയ പഴം നിങ്ങൾ കഴിച്ചു. ഇതാണ് ഇവിടുത്തെ തെറ്റ്. ഇതാണ് പ്രശ്നം. ഇതിന് പരിഹാരമുണ്ട്. ഇതിന് പരിഹാരമുണ്ട്. പൈസ ഒന്നും കൊടുക്കണ്ട. ഇതിനുള്ള പൈസ എല്ലാം ഒരാൾ ഓൾറെഡി കൊടുത്തു. അതിന്റെ എല്ലാ വിലയും ഒരാൾ കൊടുത്തു കഴിഞ്ഞു. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി നമ്മുടെ പാപങ്ങളെ എല്ലാം പോക്കി. ഇനി നിങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ല. പ്രശ്നമില്ല, നിങ്ങൾക്ക് പാപമില്ല. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഈ 19-ാമത്തെ എനിക്ക് തന്നിട്ട് നിങ്ങൾക്ക് പോകാം. അതിലും എനിക്കറിയാം എന്റെ ടുണ്ടുപോള് നല്ല പോളാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇച്ചിരി ഇച്ചിരി എനിക്കറിയാമായിരുന്നു നല്ല സ്വഭാവമുള്ള പച്ച. എന്തായാലും കൊള്ളാം. നിങ്ങൾ സ്നേഹമായി കണ്ടതിൽ എനിക്കും വളരെ സന്തോഷം. സാധാരണ എന്റെ അടുത്ത് ഇങ്ങനെ പ്രശ്നമായിട്ട് വന്നിട്ട് അടി ഉണ്ടാക്കിക്കൊണ്ട് എല്ലാണോ പോകാറുണ്ട്. കുഴപ്പമില്ല, നിങ്ങളെന്തായാലും സന്തോഷത്തോടെ പോകുന്നതിൽ സന്തോഷമുണ്ട്. എന്തായാലും സന്തോഷം, വളരെ സന്തോഷം. ഞങ്ങൾ ഫ്രീ ആയി. നിങ്ങൾ ഫ്രീ ആയി, ഒന്നും പേടിക്കാനില്ല. അപ്പൊ ഇനി എന്റെ പഴയ ടുണ്ടുമോളായിട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ സേഫായി. അപ്പൊ ഇതുപോലത്തെ കേക്ക് ചിരിക്കാതെ കേക്ക് അനുസരണക്കാണ് എല്ലാത്തിനും പാടില്ല. അനുഭവസ്ഥരാണ് പറഞ്ഞു തരുന്നത്, ആരും മറന്നു പോകരുത്. അപ്പൊ ഇതുപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു കാര്യം ചെയ്യാം. ഞാൻ ഈ പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 97 46 65 70 36. പാസ്റ്റർ ബാബുജി, ഫെയ്ത്ത് അവർ നിങ്ങൾ വിളിക്കണം. ഓക്കെ.